എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഋതുവിനോട് പറയുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു, എനിക്ക് ആരോടൊക്കെയായിരുന്നു പ്രണയം? സത്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല, അത്രയ്ക്കുണ്ട്. ഇതിൽ ഏതാണ് പറയേണ്ടത്? ഐശ്വര്യ റായിയും അനുഷ്ക ഷെട്ടിയും വരെയുണ്ട് ലിസ്റ്റിൽ. ലജ്ജയോടെ തന്നെ പറയട്ടെ, എല്ലാം വൺ വേ ട്രാഫിക് ആയിരുന്നു. എൻ്റെ പരിചയത്തിലുള്ള സ്ത്രീരത്നങ്ങൾ നാട്ടിലുള്ള ജാട പെമ്പിള്ളാരോ, സ്കൂളിൽ ഒപ്പം പഠിച്ച അഹങ്കാരികളോ, കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പുച്ചിസ്റ്റുകളോ എന്നെ കടാക്ഷിച്ചില്ല. ഞാൻ അവരോട് എൻ്റെ പ്രണയം പറഞ്ഞുമില്ല, അതിനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷെ അവരുടെ പുറകെ നടന്നു. കാണുമ്പോൾ പ്രണയാർദ്രമായി നോക്കി. പക്ഷെ അവറ്റകൾ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. മുഖം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാമായിരുന്നില്ലേ ആ കാബാലികമാർക്ക്? ഹൃദയവേദനയോടെ പറയട്ടെ, ഒരു പെണ്ണും ഞാൻ നിന്നെ പ്രണയിച്ചോട്ടെ എന്ന് ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ആ വാശിക്ക് ഞാൻ അങ്ങോട്ടും പറയാൻ പോയിട്ടില്ല. സത്യത്തിൽ പെണ്ണുങ്ങൾ ഒരാണിനെ പ്രണയിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. പണ്ടൊക്കെ കഞ്ചാവും വലിച്ച് കോണക സഞ്ചിയും തൂക്കി കവിതയും പാടി നടക്കുന്നവർക്കായിരുന്നു മാർക്കറ്റ്. ഇപ്പോ അതൊക്കെ മാറി. കവിത വേണ്ട, പുക മാത്രം മതിയെന്നായി. ഇതൊന്നുമില്ലാത്തവർക്ക് കല്യാണം കഴിക്കാൻ പോലും പെമ്പിള്ളാരെ കിട്ടില്ലെന്നായി. കലികാലം, അല്ലാതെ എന്താ പറയുക? അതല്ലേ എൻ്റെ കല്യാണം ഇത്ര നീണ്ടുപോയത്. പെൺകുട്ടികളുടെ ഇത്തരം നിഷേധാത്മക പ്രവൃത്തികളിൽ മനംനൊന്ത് ഞാനൊരു സ്ത്രീ വിരോധിയായി. സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ട് സിനിമാക്കാരെ ആക്ഷേപിച്ചു നടക്കുന്നവരെ പോലെ ഞാനും സ്ത്രീകളെ കുറ്റം പറഞ്ഞു നടന്നു. പക്ഷെ ഇതൊന്നും ഇവിടെ ഋതുവിനോട് പറയാൻ പറ്റില്ല. എങ്കിൽ ഋതു വിചാരിക്കും ഞാൻ പ്രണയിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന്. അത് പാടില്ല. അതുകൊണ്ട് ഞാനൊന്ന് പൊലിപ്പിച്ച് പറഞ്ഞേ പറ്റൂ. ഋതു തന്റെ 3 വൺ വേ ട്രാഫിക് പ്രണയം പറഞ്ഞതുകൊണ്ട് വ്യത്യസ്തമായ ഒരു സാധനം ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആവർത്തനമായി പോയില്ലേ? കഥ പറയുമ്പോൾ ഇവൾ പറഞ്ഞതിന് വ്യത്യസ്തമായി പറയണം. ഋതു പറഞ്ഞതുപോലെ ഒരു കഥ ഞാനും പറഞ്ഞാൽ അത് ഇവൾക്ക് ബോറടിക്കും. അതുകൊണ്ട് എൻ്റെ വൺ വേ ട്രാഫിക് പ്രണയങ്ങൾ ഇമ്മോറൽ ട്രാഫിക് ആക്കിക്കളയാം. ഈ വൺ വേ ട്രാഫിക് പ്രണയങ്ങളെ ഒരു ഇമ്മോറൽ ട്രാഫിക് ലെവലിലേക്ക് താഴ്ത്തുമ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിന് ഒരാവേശവും സംജാതമാകും. ഞാൻ പറഞ്ഞു തുടങ്ങി. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ണിൽ കണ്ട പെൺകുട്ടികളോടൊക്കെ എനിക്ക് പ്രണയമായിരുന്നു. സത്യം? ഋതു അമ്പരന്നു. യെസ്, അതായിരുന്നു എൻ്റെ പ്രകൃതം. വലിയ ഗൗരവമായിരുന്നു എൻ്റെ മുഖത്തിന്. ശബ്ദത്തിന് പരിധിയിൽ കവിഞ്ഞ ഭാസം ഉണ്ടായിരുന്നു. ഞാൻ തുടർന്നു. പെൺകുട്ടികൾ പ്രണയിക്കാനുള്ളവരാണ് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബോധ്യം. അവർ കളിമണ്ണാണ്. പ്രണയം ചാലിച്ച് നമ്മളാണ് അവരെ ശില്പങ്ങളാക്കേണ്ടത്. ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിച്ചതാണോ? ഋതു ചോദിച്ചു. അല്ലല്ല, എൻ്റെ ബോധ്യം. ഋതുവിൻ്റെ മുഖം മങ്ങി. ഞാൻ തുടർന്നു. 4ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ മനസ്സിൽ ഒരാൾ കുടിയേറി പാർത്തു. സോറി, ഒന്നല്ല 2 പേർ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ സ്കൂൾ മാറിപ്പോയി. ഉണ്ണിയേട്ടൻ്റെ ശല്യം സഹിക്കാതെയാവും. അല്ലല്ല, അവളുടെ അച്ഛന് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ്. പക്ഷേ ആ കുട്ടി നല്ല സഹകരണമുള്ളവളായിരുന്നു. എന്നുവച്ചാൽ മിഠായിയൊക്കെ വാങ്ങി തരുമായിരുന്നു എനിക്ക്. ഉവ്വ, ഷുഗർ വന്ന് ചാകാനായിരിക്കും. ഋതു ചെറികോട്ടി. ഏയ് അല്ല, അത് അവളുടെ ഒരു പ്രണയ പ്രകടനം. പാവം, അവൾ അതിനുശേഷം എങ്ങോ മാഞ്ഞുപോയി. പക്ഷെ അവളുടെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ രൂപം കാണും. 4ാം ക്ലാസ്സിലുള്ള ഉണ്ണിയേട്ടൻ്റെ രൂപമായിരിക്കും അല്ലേ? അതെ. കുട്ടിക്കാലത്ത് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും. വളരുമ്പോഴാ അവർക്ക് സൗന്ദര്യമില്ലാതാവുന്നത്, ഋതു പറഞ്ഞു. അതിവിടെ പറയാൻ കാരണം ആ സഹകരണമുള്ള കുട്ടിയെക്കുറിച്ച് ഓർത്ത് പറഞ്ഞതാ. അവളിപ്പോൾ ഉണ്ണിയേട്ടനെ കാണുകയാണെങ്കിൽ മുഖം തിരിച്ചു നടന്നു പോകും. ഞാനിപ്പോൾ അത്രയ്ക്ക് വിരൂപനാണോ? ഞാൻ കണ്ണുമിഴിച്ചു. അതെ, കണ്ടാൽ ഒരു ലുക്കുമില്ല, ഋതു പരുഷമായി പറഞ്ഞു. ഞാൻ എതിർക്കാൻ പോയില്ല. ഭാര്യമാർ ഭർത്താവിന് സൗന്ദര്യമുണ്ടെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. അത് സമ്മതിച്ചാൽ അട്ടയ്ക്ക് കണ്ണു കൊടുക്കുന്നത് പോലെയാകും. ബാക്കി പറയൂ. ഇത് തീർന്നിട്ട് വേണം ഉറങ്ങാൻ, ഋതു എന്നെ വെപ്രാളപ്പെടുത്തി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പ്രണയിച്ച മറ്റൊരു കുട്ടി. പേര് പൂജ. പൂച്ചയോ? പൂച്ചയല്ല, പൂജ. പക്ഷെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ക്യൂട്ടായിരുന്നവൾ. ഞാൻ ഇല്ലാത്ത ഓർമ്മകളിലേക്ക് ആഴ്ന്നു മുങ്ങി പുഞ്ചിരി തൂകി. ഋതു ബെഡിൽ 5-6 അടി. എന്താ? ഞാൻ തിരക്കി. ഉറുമ്പ്, അവൾ പറഞ്ഞു. ഞാൻ തുടർന്നു. പൂജ ഒരു അപ്സരസായിരുന്നു. എന്നെ അവൾ അഗാധമായി പ്രണയിച്ചു. ഞങ്ങൾ ആരുമില്ലാത്തപ്പോൾ ക്ലാസ് മുറിയിൽ വെച്ച് ഋതു എഴുന്നേറ്റു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ദേഷ്യം വരുന്നു അല്ലേടി? നീ പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ കേട്ടിരുന്നില്ലേ? ഞാൻ പറയുമ്പോൾ നിനക്ക് ദേഷ്യം. നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചു കൊല്ലും. ഞാൻ തുടർന്നു. ആരും അടുത്തില്ലാത്തപ്പോൾ ഞങ്ങൾ ആലിംഗനബദ്ധരാകുമായിരുന്നു. ഒരുപാട് നേരം ഞങ്ങളങ്ങനെ ഒരുമിച്ചിരിക്കുമായിരുന്നു. ഞാനൊരു കല്ല് വെച്ച നുണ തന്നെ കാച്ചി. പെട്ടെന്ന് ക്രോധത്തോടെ ഋതു ചാടി എഴുന്നേറ്റു. നിങ്ങളൊരു ചൈൽഡ് മൊളസ്റ്ററാണ്, പിഡോഫൈലാണ്. ഞാനിത് പോലീസിൽ അറിയിക്കും. അവൾ ഫോണെടുത്തു. ഞാൻ അന്തം വിട്ട് മിഴിച്ചിരുന്നു.